ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വൈപ്പിനിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചെടുത്തതല്ല. നമ്മളിങ്ങനെ പോയപ്പോൾ ജസ്റ്റ് കണ്ട ക്ലിപ്പിങ്സ് ഞാനിങ്ങനെ എടുത്തതാണ്. വൈപ്പിൻ കൊച്ചിനെയും കൊണ്ടൊന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ ചീനവലയൊക്കെ പൊക്കുന്നത് കണ്ട്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയായതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് ഷിപ്പും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഞാൻ കുറേ നാളെ പാർക്കിലൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓൾറെഡി ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആകെ സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവളെയും കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആ സമയത്ത് അവിടെ വലയൊക്കെ പൊക്കുന്നു. കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവിടെ. അങ്ങനെ കുറച്ച് മീനെയും ഈ കാഴ്ചകളൊക്കെ കൊച്ചു അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ കണ്ടു. അത് വല താഴ്ത്തുന്നതും പൊക്കുന്നതും അതിൻ്റെയൊക്കെ ഓരോ സിസ്റ്റമാറ്റിക് ടെക്നിക്കുകൾ, അങ്ങനെയൊക്കെ കല്ലൊക്കെ ഇത്ര വലിയ കല്ലുകളൊക്കെ ആയിട്ടായിരുന്നു, കരിങ്കല്ലുകളായിരുന്നു അതിനകത്ത് കെട്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഇങ്ങനെ ലൂസാക്കുന്ന എന്തോ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ സമയത്ത് അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും വാങ്ങിക്കാനായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വലയിൽ നിന്ന് കിട്ടുന്ന ആ മീനപ്പം തന്നെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളങ്ങനെ കാണുന്നത് റയറാണ്. നമ്മളോട് അടുത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് കുറവാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം മീനെയൊക്കെ കണ്ടു. കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. അപ്പോഴേക്കും അവൾ പാർക്കിൽ പോകാമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പാർക്കിൽ കൊണ്ടുപോയി. ഇത് നമ്മുടെ വൈപ്പിനിൽ അറ്റത്ത് തന്നെയുള്ള പാർക്കാണ്. ഇവിടെ അധികം സംഭവങ്ങളൊന്നുമില്ല കളിക്കാൻ. എന്നാലും ഉള്ള സംഭവത്തിൽ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചോളും. ആദ്യം ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു റോറോയേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ കളിക്കാനായിട്ട് നല്ലത് ഇവിടെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിന്ന് തന്നെ കളിച്ചു. പിന്നെ എങ്ങാനും പെട്ടെന്ന് മഴയും പെയ്ത് കഴിഞ്ഞാൽ പോകാനും സുഖമാണ്. ഈ സംഭവത്തിലൊക്കെ ഇവൾക്ക് ആദ്യം കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. ആ ആൺകൊച്ച് ഭയങ്കര പേടിച്ചിട്ടാണ് കയറുന്നതെങ്കിലും ഹെസു ഭയങ്കര ഒരു കുഴപ്പമില്ലാണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാനിങ്ങനെ പോയി നോക്കിയിരുന്നെങ്കിലും വീണില്ല. പിന്നെ അവൾ നല്ല സൂക്ഷിച്ച് കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഏറ്റവും ആദ്യം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവൾ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് കയറി അവൾ അതിൽ എക്സ്പേർട്ടായി തന്നെ പറയാം. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടുത്തെ ഈ പാർക്കിലെ സംഭവങ്ങളൊക്കെ കുറച്ച് പഴകിയതാണെങ്കിലും പിള്ളേരുകളൊക്കെ ഇഷ്ടംപോലെ കളിക്കാൻ വരുന്നുണ്ട്. കുറേ സംഭവങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും അങ്ങനെ തീട്ടണമൊന്നുമില്ല. കുറേ പഴയതുമായി അങ്ങനെ ഉപയോഗിച്ചൊക്കെ പഴകിയതായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഉള്ള സ്ഥലങ്ങൾ വന്ന് കളിക്കുന്ന കുറേ പിള്ളേരുണ്ട്. കണ്ട അറ്റത്തെ സംഭവങ്ങളൊക്കെ ചീത്തായി കിടക്കുവാണ്. പിന്നെ ഇപ്പോൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പിള്ളേരുകളെല്ലാവരും വരുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് ഞാൻ സൗണ്ട് കൊടുക്കേണ്ടത് ഹെയ്സൂനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾക്ക് ഈ സംഭവങ്ങൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേരുടെ വ്ളോഗിന് എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ കൊച്ചിന് അതിനത്ര താല്പര്യമില്ല. ചില സമയത്ത് പറയും, അവൾ ചോദിക്കും വീഡിയോ എടുക്കുന്നില്ല അമ്മ എന്നൊക്കെ. ചില സമയത്ത് ഒന്നും മിണ്ടത്തില്ല. പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും മിണ്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്. ആ സമയത്ത് നല്ല മഴക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഒരു സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ മഴക്കാരൊക്കെ കുറച്ചധികം വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മഴ നനയണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ പോയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ അവളോട് പറയുന്നുണ്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നത്. ചില സമയത്ത് അവൾ നന്നായിട്ട് വാതുറക്കും, ചില സമയത്ത് ഒന്നും മിണ്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഹലോ ഗൈസ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ വേഗം നാണം കൊണ്ട് അങ്ങനെ മറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഫുള്ളിങ്ങനെ ഒരു ബ്ലൂ കളറിലെ ലൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ പള്ളിയൊക്കെ കണ്ടു. പള്ളിയിലപ്പോൾ എന്തോ കുർബാന നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു. അപ്പോൾ ഒരു റോറോയെ ഉണ്ടായിരുന്നുള്ളൂ. ആ റോറോയിൽ ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ആ സമയത്ത് അവിടെ അപ്പനും മോളും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കളി, പേടും എന്നൊക്കെ പറഞ്ഞുള്ള കളിയായിരുന്നു. പേടിയും ഉണ്ട് ആൾക്കെന്നാൽ അത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റുമാണ്.
അപ്പം അങ്ങനെ നമ്മൾ അപ്പോൾ ആ സമയത്ത് കറക്റ്റ് അവിടെ എന്തോ കൊതുകിൻ്റെ പുകയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ അങ്ങോട്ടേക്കൊന്നും വന്നില്ല, നമുക്കധികം ശ്വസിക്കാൻ പാടില്ല, പക്ഷേ നമ്മുടെ അങ്ങോട്ടേക്കൊന്നും വന്നില്ല. അവിടെ തന്നെ അവർ കുറച്ച് നേരം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊതുകിൻ്റെയൊക്കെ ഒരു ഭയങ്കര ശല്യമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു, കുറച്ച് നേരം അങ്ങനെ കണ്ടു, എൻ്റർടൈൻമെൻറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് മേഘം കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ അതിൻ്റെ ഒരു ക്ലിപ്പിങ്ങൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.